ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഇത് ധർമ്മസ്വത്താണ്, എടുക്കരുത്. പ്രിയരെ, ശിവഗിരി കുന്നിന്റെ അടിവാരത്തുള്ള കൃഷിഭൂമിയിൽ ഗുരുദേവൻ പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, നിലക്കടല, വാഴ എന്നിവയെല്ലാം കൃഷി ചെയ്യിച്ചിരുന്നു. മിക്ക ദിവസങ്ങളിലും ഗുരുദേവൻ ആ കൃഷിപ്പാടത്ത് വന്ന് അവയൊക്കെ നിരീക്ഷിക്കുകയും ചെടികളെ പരിപാലിക്കേണ്ട വിധത്തെക്കുറിച്ച് ജോലിക്കാർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഗുരുദേവൻ കൃഷിപ്പാടത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ കുറച്ച് സ്ഥലം തരിശായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു അന്തേവാസിയോട് ചോദിച്ചു, ഇവിടെ എന്താണ് ഒന്നും ചെയ്യാത്തത്? അന്തേവാസി, അവിടം മരച്ചീനി നടാൻ മാറ്റിയിട്ടിരിക്കുകയാണ്. ഗുരുദേവൻ, അതുകൊള്ളാം. മരച്ചീനി ഒട്ടും ഹിംസയില്ലാത്ത ആഹാരമാണ്. അതിന്റെ കിഴങ്ങെടുത്ത് തിന്നുന്നത് അതിന്റെ ജീവിതത്തെയോ വംശവർദ്ധനവിനെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ലല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗുരുദേവൻ വീണ്ടും അവിടെ എത്തി. അപ്പോഴും ആ സ്ഥലം അതുപോലെ തന്നെ തരിശായി കിടക്കുന്നത് കണ്ടു. ഗുരുദേവൻ അവിടെ നിന്നിരുന്ന അന്തേവാസിയോടായി ഒരു മൺവെട്ടി എടുത്തുകൊണ്ട് വരാൻ ആജ്ഞാപിച്ചു. അന്തേവാസി ഓടിപ്പോയി ഉടനെ ഒരു മൺവെട്ടിയുമായി മടങ്ങി വന്നു. ഗുരുദേവൻ ആ മൺവെട്ടി വാങ്ങി തരിശായി കിടന്നിരുന്ന ആ സ്ഥലത്ത് മരച്ചീനി നടുന്നതിനുള്ള തടങ്ങൾ വെട്ടിയുണ്ടാക്കാനുള്ള ഒരുക്കമായി. ആ വിവരമറിഞ്ഞ് മഠത്തിലുണ്ടായിരുന്ന മറ്റ് അന്തേവാസികൾ വേഗം അവിടേക്ക് ഓടിയെത്തി. ഒരാൾ ഗുരുദേവനിൽ നിന്നും മൺവെട്ടി വാങ്ങി തടങ്ങൾ വെട്ടിയുണ്ടാക്കി. അന്ന് തന്നെ അവരെല്ലാം ചേർന്ന് മരച്ചീനിയുടെ കമ്പുകൾ മുറിച്ച് അവിടെ നടുകയും ചെയ്തു. ആ മരച്ചീനി കമ്പുകൾ നല്ല പുഷ്ടിയോടെ വളർന്നു വന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കിഴങ്ങെടുക്കുവാൻ പാകമായ നിലയിലെത്തി. ആയിടെ ഒരു ദിവസം രാത്രിയിൽ ഒരു കള്ളൻ വന്ന് ആ മരച്ചീനി കമ്പുകളിൽ കുറേയെണ്ണം പിഴുതെടുത്ത് കിഴങ്ങുകൾ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ കള്ളൻ പിഴുതിട്ടിരുന്ന മരച്ചീനി കമ്പുകൾ കണ്ടിട്ട് അന്തേവാസികൾ വിഷമിക്കുകയും ക്ഷോഭിക്കുകയും ഒക്കെ ചെയ്തു. അവർ ഉടനെ പോയി ഗുരുദേവനെ വിവരമറിയിച്ചു. മോഷണം പോയോ? അവിടെ ആരും അങ്ങനെ ചെയ്യുകയില്ലല്ലോ എന്ന് മാത്രം ഗുരുദേവൻ അപ്പോൾ പറഞ്ഞു. അടുത്ത ദിവസം ശിവഗിരിക്ക് വടക്ക് ചെറുകുന്നത്തുള്ള ഒരുവൻ രായരുടെ ഓവ് വഴി ഇറങ്ങി ആ കൃഷി സ്ഥലത്തിനടുത്തുകൂടി വരികയായിരുന്നു. ആ നേരത്ത് അവിടെ നിൽക്കുകയായിരുന്ന ഗുരുദേവൻ അവനെ അടുത്തേക്ക് വിളിച്ചു. അവൻ ഒരു പരിഭ്രമത്തോടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, നമ്മുടെ മരച്ചീനി കള്ളന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി. അത് കൊള്ളാമോ? നല്ലതാണോ? അത് കേട്ട് അവൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ഗുരുദേവൻ വീണ്ടും പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഒരു മൂട് പിഴുതെടുത്തോളൂ. അത് കേൾക്കേണ്ട താമസം അവൻ അപ്പോൾ തന്നെ കൃഷിപ്പാടത്തിറങ്ങി നല്ലൊരു മൂട് നോക്കി പിഴുതെടുത്തു. അതിലെ കിഴങ്ങുകൾ ഒടിച്ചടുക്കി വച്ചിട്ട് ഒന്നുകൂടി കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടെ അവൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അവന്റെ നോട്ടവും ഭാവവും ആഗ്രഹവും കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, അതുപോരെയോ? ഇന്നലെ കൊണ്ടുപോയതിന്റെ ബാക്കി വീട്ടിലുണ്ടല്ലോ. കഴിഞ്ഞ രാത്രിയിൽ വന്ന് മരച്ചീനി മോഷ്ടിച്ചു കൊണ്ടുപോയത് അവനാണെന്ന് അപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്. പെട്ടെന്ന് അവൻ മുഖം കുനിച്ച് നിന്ന് വിറക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇത് ധർമ്മസ്വത്താണ്, എടുക്കരുത്. ചോദിച്ചാൽ തരുമല്ലോ. മരച്ചീനി മോഷ്ടിച്ചവനെ മരച്ചീനി കൊടുത്തു തന്നെ തിരുത്തുന്നതായിരുന്നു ഗുരുദേവന്റെ രീതി. അതോടെ മോഷണം ഉപേക്ഷിച്ച് നല്ലൊരു കൃഷിക്കാരനായി അവൻ ജീവിച്ചു വന്നു. സ്നേഹപൂർവ്വം, രഞ്ജൻ കൈനാടത്ത്.